പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ ഈ വർഷം പുതിയതായി പ്രവേശനം നേടിയ ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഉന്നത വിദ്യാരംഭവും വിജ്ഞാന ദീപ പ്രജ്വലനവും ജൂൺ മാസം 17-ാം തീയതി നടക്കും. രാവിലെ 10 മണിക്ക് കോളേജ് ചെയർമാൻ ബെന്നി തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം മാർ ജേക്കബ് മുരിക്കൻ ഉദ്ഘാടനം ചെയ്യും. പെരുവന്താനം സെന്റ് ജോസഫ് ഫൊറോന ഇടവക വികാരി ഫാദർ സോബിൻ താഴ്ത്തുവീട്ടിൽ മുഖ്യപ്രഭാഷണവും റവറൻ ഡോക്ടർ സേവ്യർ കൊച്ചുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. വിജ്ഞാനദീപ പ്രജ്വലനം ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ പുതിയതായി ഉന്നത വിദ്യാഭ്യാസം ഔപചാരികമായി ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിതെളിയിച്ച് നൽകും. ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം ഒരുക്കിയിരിക്കുന്ന ഗാർലാൻഡ് അണിയിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വാഗതം ചെയ്യും. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി രചിച്ച 15ാമത് പുസ്തകമായ പാഷൻ കോഷന്റെ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ റവറൻ ഡോക്ടർ സേവ്യർ കൊച്ചുപറമ്പിലിന് നൽകി പ്രകാശനം ചെയ്യും. ഉന്നത വിദ്യാരംഭവും വിജ്ഞാന ദീപ പ്രജ്വലനവും ഈ മാസം 17-ാം തീയതി രാവിലെ 10 മണിക്ക് പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ പുതുതായി പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാരംഭം വളരെ അർത്ഥവത്തായും അവിസ്മരണീയമായും ആഘോഷമായും ആരംഭിക്കുന്നത് ഈ മാസം 17-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ താപസ ശ്രേഷ്ഠനും ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ നിർവഹിക്കുന്നതാണ്. തുടർന്ന് വിദ്യാർത്ഥികൾ ഓരോരുത്തർക്കും വിജ്ഞാന ദീപം തെളിയിച്ച് ബിഷപ്പ് നൽകുന്നതായിരിക്കും. ഈ സമ്മേളനത്തിൽ പെരുവന്താനം സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് വികാരി വെരി റവറൻ ഫാദർ സോബിൻ താഴ്ത്തുവീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതും പ്രൊഫസർ റവറൻ ഫാദർ ഡോക്ടർ സേവ്യർ കൊച്ചുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതുമാണ്. കോളേജിൻ്റെ ചരിത്രത്തിൽ 9 റാങ്ക് നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറി വരുന്നതിനാൽ ഈ വർഷം അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോളേജിന് ഏകദേശം 380 അഡ്മിഷൻ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ സുവർണ രാജു കൃതജ്ഞതയും രേഖപ്പെടുത്തും. തുടർന്ന് 5 ദിവസത്തെ ബ്രിഡ്ജ് പ്രോഗ്രാമിന് 1-ാം ദിവസം പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറായ ഡോക്ടർ ബിനു കണ്ണന്താനവും 2-ാം ദിവസം അനീഷ് മോഹനും നേതൃത്വം നൽകും. പ്രത്യേക ആപ്റ്റ്യൂഡ് പരീക്ഷകൾക്കും കൗൺസിലിങ്ങിനും പഠന പരിചരണ യാത്രകൾക്കും ശേഷം സർട്ടിഫിക്കറ്റുകളും നൽകും. 9 റാങ്ക് ഉൾപ്പെടെ നിരവധി അക്കാദമിക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചതാണ് ഇത്രയും നേരത്തെ 1-ാം വർഷ ക്ലാസുകൾ ആരംഭിക്കുവാൻ സാധിച്ചതെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.